മണിപ്പൂരിൽ നിന്ന് ഏറ്റവും ദുഃഖകരമായ വാർത്ത പിന്നെയും വരുന്നു. അവിടെ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ നടന്ന വെടിവയ്പ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ബിഷ്ണുപൂർ, ഗാംഗ്പോക്പി ജില്ലകളിലാണ് വെടിവയ്പ് ഉണ്ടായത്. സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതി ഇപ്പോൾ സംഘർഷഭരിതമാണെന്ന് അറിയുന്നു. ഈ വേളയിൽ നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. പറയൂ നിതിൻ, മണിപ്പൂർ സമാധാനത്തിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ളതാണ് പിന്നെയും വരുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്. എസ്കെൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ്. കാരണം മണിപ്പൂരിൽ കഴിഞ്ഞ വർഷം മെയ്യിൽ ആരംഭിച്ച കലാപം അത് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. ഈ വർഷം, അതായത് ജനുവരി 1 വീണ്ടും അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. മൊറേ, തൗബാൽ, കാങ്കോപ്പി, ബിഷ്ണുപൂർ, ചുരാചൻപൂർ അടക്കമുള്ള ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോഴും സംഘർഷം പൂർണ്ണമായും കെട്ടടങ്ങിയെന്ന് പറയാൻ സാധിക്കില്ല. ഏറ്റവും ഒടുവിലായി ബിഷ്ണുപൂർ, കാങ്കോപ്പി ജില്ലകളിലാണ് ഇത്തരത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്നലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ബിഷ്ണുപൂരിലും കാങ്കോപ്പിയിലും വെടിവെപ്പുണ്ടായി. ഈ വെടിവെപ്പിൽ ബിഷ്ണുപൂരിൽ 4 പേർ കൊല്ലപ്പെട്ടു, കാങ്കോപ്പിയിൽ ഒരാളും കൊല്ലപ്പെട്ടു. ബിഷ്ണുപൂരിൽ കൊല്ലപ്പെട്ട 4 പേരിൽ മെയ്തേ വിഭാഗക്കാരാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ പിടികൂടാനുള്ള ശക്തമായ അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാങ്കോപ്പിയിലും സമാനമായ തന്നെ വെടിവെപ്പുണ്ടായി. ഇതിനെ തുടർന്നാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. കാങ്കോപ്പിയിൽ കൊല്ലപ്പെട്ടത് ഏത് വിഭാഗക്കാരാണെന്ന് ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ പുറത്തുവരുന്ന വിവരപ്രകാരം അത് കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കാങ്കോപ്പിയിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇരു വിഭാഗം തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ വലിയ തരത്തിൽ വെടിവെപ്പ് ഇരു വിഭാഗം തമ്മിൽ നടത്തുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സേനയ്ക്ക് നേരെയും ഇത്തരത്തിൽ അതിശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അക്രമങ്ങളും ഉണ്ടാകുന്ന ഒരു സംഭവം അവിടെ തുടരുകയാണ്. തൗബാലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്ര സേനകളെ ഇപ്പോൾ സംസ്ഥാനത്ത് വിന്യസിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഹെലികോപ്റ്ററും ഇപ്പോൾ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും സംഘർഷ രൂക്ഷമായ മേഖലകളിൽ, പ്രത്യേകിച്ചും തൗബാൽ, മൊറ അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം ഇപ്പോൾ കൂടുതൽ കേന്ദ്ര സേനകളെ വിന്യസിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും തുടരുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവ് BSF അടക്കമുള്ള കേന്ദ്ര സേനകൾക്ക് നേരെയായ അക്രമങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗക്കാരാണെന്നൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ പ്രതികരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കുക്കി വിഭാഗക്കാർ നടത്തിയിരിക്കുന്നത്. കാരണം ഏകപക്ഷീയമായിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ കേന്ദ്രങ്ങൾ നടത്തുന്നു എന്നൊരു പ്രതികരണം ഇപ്പോൾ കുക്കി വിഭാഗക്കാർ നടത്തുന്നു. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലടക്കം നടക്കുന്നുണ്ട്. എന്തായാലും ബിഷ്ണുപൂർ, കാങ്കോപ്പി ജില്ലകളിലാണ് ഏറ്റവും ഒടുവിലായി 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.